ഹായ്, നമുക്കിന്ന് കറിവേപ്പിനെ കുറിച്ച് പഠിച്ചാലോ? ഇത് കറിവേപ്പ് ചെടിയാണ്. റുട്ടേസിയ ഫാമിലിയിൽപ്പെട്ട മുറയ കൊയിനിജി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കറിവേപ്പ് നമ്മുടെ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യ മുഴുവനുണ്ട്. മലയാളിയെ സംബന്ധിച്ച് കറിവേപ്പില ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചെടിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഏത് കറി ഉണ്ടാക്കിയാലും അതിനൊരു മണം ഉണ്ടാവാൻ നമ്മൾ കറിവേപ്പില താളിച്ചിടും. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കറിവേപ്പില പോലെ കറിയിൽ നിന്ന് ഇത് എടുത്തു കളയും. അങ്ങനെ എടുത്തു കളയാൻ വരട്ടെ, കറിവേപ്പിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഗ്രഹവൈദ്യത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൃഷി രീതിയിലേക്ക് പോവാം. അപ്പം ഈ കറിവേപ്പില എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇല ഒരു 10 ഇല വീതം ദിവസം ചവച്ചുകൊണ്ടിരുന്നാൽ പ്രമേഹത്തിന് ശമനമുണ്ടാവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതിസാരം മറ്റുമൊക്കെ ഉണ്ട്, വയറുകടിയൊക്കെ ഉണ്ടായാൽ പഴയ കാലത്ത് ഗ്രഹവൈദ്യത്തിലെ ഒരു പ്രധാന സംഗതിയായിരുന്നു കറിവേപ്പില അരച്ചിട്ട് മുട്ട ഓംലെറ്റ് ആക്കി കഴിക്കുക എന്നുള്ളത്. കറിവേപ്പ് അങ്ങനെ ചെയ്താൽ ഉടൻ തന്നെ വയറുകടി ശമിക്കുന്നതായിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ അനുഭവവേദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രാണി കടിച്ച് അലർജി ഉണ്ടായാൽ ഈ കറിവേപ്പും മഞ്ഞളും കൂടെ അരച്ച് പുരട്ടിയാൽ നമുക്ക് അത് ശമനം കിട്ടും. അതേപോലെ തന്നെ നമുക്ക് മുറിവുണ്ടായാൽ കറിവേപ്പില അരച്ച് ഇതേപോലെ പുരട്ടിയാൽ നമുക്ക് ആ മുറിവിൽ പുരട്ടിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റാണ്. ആ മുറിവ് വളരെ വേഗം കരിയും. അതേപോലെ തന്നെ നമ്മൾ ഒരു ദാഹശമനിയായിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മഞ്ഞപ്പിത്തത്തിന് ആയുർവേദത്തിൽ ഒരു ഔഷധം ഉണ്ടാക്കുന്ന കൈഡര്യാദി കഷായം എന്ന് പറയുന്ന ഒരു കഷായമുണ്ട്. ആ കഷായത്തിൻ്റെ പ്രധാന ചേരുവ ഈ കറിവേപ്പിലയാണ്. പിന്നെ ഇതിൻ്റെ പോഷക പ്രാധാന്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് വൈറ്റമിൻ എയുടെ സമ്പുഷ്ടമായിട്ടുള്ള ഇലയാണ്. ഇലകളിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുടികൊഴിച്ചിലിന് ഇതിൻ്റെ ഇലയിൽ ബീറ്റാ കരോട്ടിൻ, ആൻറ്റി ഓക്സിഡൻറ്റ്, അമിനോ ആസിഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഈ പ്രശ്നങ്ങൾ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ബീറ്റാ കരോട്ടിനും അമിനോ ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട്, അതാണ് അതിൻ്റെ അഭാവം കൊണ്ടാണ് നമ്മൾ മുടി കൊഴിയുന്നത്. അപ്പോൾ അതെല്ലാം വേണ്ടുവോളം ഈ കറിവേപ്പിലയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഇരുമ്പിൻ്റെ അംശം ഈ കറിവേപ്പിലയിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ട്, ഫോളിക് ആസിഡ്. അതുകൊണ്ട് വിളർച്ച ഉള്ളവർക്ക് പതിവായിട്ട് ഈ കറിവേപ്പില കഴിക്കുന്നത്, ആഹാരത്തിൽ ഉൾപ്പെടുന്നത് വിളർച്ച മാറാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ കറിവേപ്പില പതിവായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ LDL കുറച്ചിട്ട് നല്ല കൊളസ്ട്രോൾ HDL ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാധനം കൂടിയാണ് കറിവേപ്പില. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പതിവായിട്ട് ഇത് കഴിച്ചാൽ രക്തം കട്ടി കുറയ്ക്കാൻ വേണ്ടി ഔഷധം കഴിക്കുന്നവർ ഇതുകൂടി കഴിച്ചാൽ ഇതിലും രക്തം കട്ടി കുറയ്ക്കാനുള്ള ചേരുവകൾ, അതിൻ്റെ ഔഷധ ചേരുവ ഇതിലുള്ളതിനാൽ ഇത് കഴിക്കുമ്പോൾ ഒരു ഡോക്ടറെ ചോദിച്ചിട്ട് വേണം കറിവേപ്പില ഉപയോഗം. അതായത് പച്ചക്കൊക്കെ കഴിക്കുന്നത്, കാരണം മരുന്നും കഴിക്കുകയാണ്, ഇലയും കഴിച്ചാൽ ചിലപ്പം വിപരീത ഫലമുണ്ടാവും. അപ്പം എന്തായാലും ശരി, കറിവേപ്പില നമുക്ക് നമ്മുടെ വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഭക്ഷണ വസ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രഹവൈദ്യത്തിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ പോഷക കാര്യത്തിലാണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിളയാണ് കറിവേപ്പ്. നട്ടു വളർത്തുക എന്ന് പറയുമ്പം ഇതിൻ്റെ കമ്പൊടിച്ച് നമുക്ക് നട്ടു വളർത്താം. അതിൻ്റെ ചോട്ടിൽ നിന്ന്, വേരുകളിൽ നിന്ന് ഈ മുളച്ചിട്ട് ചെറിയ തൈകളുണ്ടാവും. അതേപോലെ ഇതിൻ്റെ കായ്, നമ്മുടെ ഒരു ചെറിയ കറുപ്പ് കളറുള്ള കായ് ഉണ്ടാവും. ആ കായ് ഈ പക്ഷികളൊക്കെ തിന്നിട്ട് അവിടെ കാഷ്ടിച്ചിടുമ്പം അങ്ങനെയും അല്ലെങ്കിൽ നമ്മൾ തന്നെ പാകിയാലും അതിൽ നിന്നും നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് നമ്മൾ ഇത് നടുന്നത്. ഈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കുരു ഇട്ട് മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയാൽ വളരെ കാലം കൊണ്ട് ഇത് വളർന്ന് നമുക്കൊരു ഫലപ്രാപ്തിയിലെത്തുള്ളൂ. അപ്പം ഏറ്റവും നല്ലത് മഴക്കാലത്ത് മെയ് ജൂൺ മാസത്തിൽ ഇതിൻ്റെ കമ്പുകൾ ഒടിച്ച് കുത്തിയാൽ പൊടിച്ചു വരുന്നതൊക്കെ
നമ്മുടെ തിരുവാതിരക്കാലത്ത് നടുന്ന ഒരു സാധനമാണ്. ഒടിച്ചു കുത്തിയാൽ പൊടിച്ചു വരുന്ന ഏത് സാധനവും അങ്ങനെ ഒടിച്ചു കുത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിന്റെ കമ്പ് വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ വേരിൽ നിന്ന് തന്നെ തൈ ഉണ്ടാവും. വേരിലെ തൈയുമാണ് ഏറ്റവും അനുയോജ്യമായ തൈകൾ. അപ്പോൾ അത്തരത്തിലുള്ള തൈകൾ നമ്മൾ മണ്ണിൽ കലർന്ന പശുമരാശി മണ്ണിൽ, നല്ല ആഴമുള്ള മണ്ണിൽ ഒക്കെ നമുക്ക് നടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ ഈ കറിവേപ്പ് നടാൻ. നല്ല വെയിൽ കിട്ടണം. ഷെയ്ഡിലാകുമ്പം നമുക്ക് നല്ല രീതിയിലൊരു പെർഫോമൻസ് കിട്ടത്തില്ല. അപ്പം നല്ല ആഴത്തിലൊരു കുഴി എടുക്കുക. ആ കുഴിയിൽ ആദ്യം നമ്മൾ ഒരു 3/4 ഭാഗം മണ്ണിട്ടിട്ട്, മേൽമണ്ണിട്ടിട്ട് കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് 2 ആഴ്ച നനച്ച് മണ്ണിൻ്റെ പുളി കുറഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു 1, 2, 3 കിലോ നമ്മുടെ കമ്പോസ്റ്റ് വളം, ട്രൈക്കോഡെർമ കമ്പോസ്റ്റാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ചാനലിൽ ട്രൈക്കോഡെർമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ അങ്ങനെയുള്ള ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് ഒരു 2-3 കിലോ ഇടുക. ഒപ്പം ഇത്തിരി എല്ലുപൊടിയോ അല്ലെങ്കിൽ രാജ്ഫോസോ വേര് വളരാൻ വേണ്ടുന്ന അത് ഒരു 1/2 കിലോ വീതം ഈ കുഴിയിലിടുക. ഇട്ടതിന് ശേഷം വേണം ഈ കമ്പ് നടേണ്ടത് അല്ലെങ്കിൽ തൈ നടേണ്ടത്. അപ്പം നട്ട് കഴിഞ്ഞാൽ ഇതിന് കാര്യമായ വളപ്രയോഗം എന്ന് പറയുന്നത്, ഇത് നൈട്രജൻ വേണ്ടുന്ന, വളരെ അത്യാവശ്യം നൈട്രജൻ വേണ്ടുന്ന, ഇല വളരാൻ വേണ്ടുന്ന ഒരു പോഷക മൂലമാണ് നൈട്രജൻ. നൈട്രജൻ അടങ്ങിയ വളങ്ങളാണ് കൂടുതലായിട്ട് ഇതിന് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യം വേണം. അതിൻ്റെ ഒരു ശുപാർശ കേരള കാർഷിക സർവകലാശാലയുടെ ശുപാർശ 60-40-40 എന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ 60 ഗ്രാമോളം നൈട്രജൻ കിട്ടണം, ഒരു 40 ഗ്രാമോളം ഫോസ്ഫറസ് കിട്ടണം, 40 ഗ്രാം പൊട്ടാഷ്യം കിട്ടണം. അത് പല തവണയായിട്ട് വേണം കൊടുക്കേണ്ടത്. അപ്പോൾ 60 ഗ്രാം നൈട്രജൻ കിട്ടാൻ നൈട്രജൻ അടങ്ങിയ വളം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള നൈട്രജൻ അടങ്ങിയ വളമാണ് ഇവിടെ പച്ചച്ചാണകം, പച്ചില വളങ്ങൾ, പയറുവർഗ്ഗ ചെടികൾ ഒക്കെ നൈട്രജൻ കൂടുതൽ കിട്ടുന്ന വളങ്ങളാണ്, ജൈവവളങ്ങൾ. പിന്നെ രാസവളങ്ങളിലാണ് യൂറിയയും ഫാക്ടംപോസിലും ഒക്കെ നൈട്രജനുണ്ട്. ഫാക്ടംപോസിൽ നൈട്രജനുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫറും ഉണ്ട്. 3 മൂലകങ്ങളടങ്ങിയ ഒരു ഭാരത സർക്കാരിൻ്റെ വളമാണ്. അപ്പോൾ അതിലൊക്കെ ഉണ്ടാവും. പിന്നെ കൂടാതെ നമ്മൾ പൊട്ടാഷ്യം നമുക്ക് ചാരം, വീട്ടിലെ അടുപ്പ് ചാരം പതിവായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പൊട്ടാഷ്യം കിട്ടും. വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം. പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും പ്രകൃതിദത്തമായിട്ടുള്ള പൊട്ടാഷാണ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പതിവായിട്ട് ഇടാം. പിന്നെ വേനൽക്കാലത്ത് നമ്മൾ 2-3 പ്രാവശ്യം നനയ്ക്കണം, നിർബന്ധമായിട്ടും നനയ്ക്കണം. ഉണക്ക് തട്ടാൻ പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 6 മീറ്റർ ഉയരം വരെ, ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു 3-4 മീറ്റർ ഉണ്ട്. 6 മീറ്റർ ഉയരം വരുന്ന ഒരു ചെറു വൃക്ഷമാണ്. അപ്പോൾ ഇത്തരത്തിൽ വളർന്നു വരുന്ന ഇതിൻ്റെ ശേഖരണം, ഇല എടുക്കുക എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ഇല എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ അടർത്തിയാണ് പലപ്പോഴും വീട്ടമ്മമാരെടുക്കുന്നത്. ഇങ്ങനെയല്ല ഇതെടുക്കേണ്ടത്, ഇങ്ങനെ എടുക്കരുത്. പകരം നമ്മൾ ഈ കൊമ്പ് ഇങ്ങനെ തന്നെ പൊട്ടിക്കണം, ഒടിച്ചെടുക്കാനുള്ള ഇങ്ങനെ കൊമ്പ് പൊട്ടിച്ചെടുക്കുമ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇലയാണല്ലോ വേണ്ടത്, അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവും. യാതൊരു കാരണവശാലും ഇല ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്താൽ ഈ കമ്പ് ഇങ്ങനെ ഇരിക്കും, ഇത് വേസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം കൂടുതൽ നമുക്ക് ഇല കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ വിളവെടുക്കുക. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കമ്പ് കണ്ട, ഇതിന്നിപ്പം കമ്പ് ഇല മാത്രം എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അതേസമയം ഇത് ഒടിച്ചെടുത്തിരുന്നെങ്കിൽ വേറൊരു പുതിയ ശിഖരം ഇവിടുന്നുണ്ടായിട്ട് അതിൽ ധാരാളമായിട്ട് ഇലയും ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സസ്യസംരക്ഷണമാണ്. സസ്യസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിന് രോഗവും കീടമൊക്കെ വരും. കീടം എന്ന് പറയുമ്പോൾ ഇതിനകത്തിൽ പ്രധാനമായിട്ട് കീടബാധ എന്ന് പറഞ്ഞാൽ ഇല തിന്നുന്ന പുഴുക്കളാണ്. ഇല തിന്നുന്ന പുഴുക്കൾ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഉണ്ട്. ഇതിന് ഏറ്റവും നല്ലത് ബിബേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു മിത്ര കുമിളുണ്ട്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഈ ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുക. അപ്പം ഇതൊരു ജീവിയാണ് ബിബേറിയ എന്ന് പറയുന്നത്, അല്ല ഒരു കീടനാശിനിയൊന്നുമല്ല. പക്ഷേ ഈ ഫംഗസ് ഇലതീന് പുഴുക്കളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെയും ശരീരത്തിലേക്ക് നീരൂറ്റി കുടിക്കുമ്പം ശരീരത്തിലേക്ക് പ്രവേശിച്ച് അതിനെ കൊന്നുകളയും. അപ്പോൾ ഒരു ജൈവ നിയന്ത്രണമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേപ്പധിഷ്ഠിതമായിട്ടുള്ള പല കീടനാശിനികളും വാങ്ങിക്കാൻ കിട്ടും. നിംബിസിഡിൻ, നിമാസോൾ, അസാഡിറാക്ടിൻ എന്നൊക്കെ പറഞ്ഞു.
അതൊരു 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതേപോലെ പുഴുക്കളെ കണ്ടാൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. പിന്നെ രോഗങ്ങൾ എന്ന് പറഞ്ഞ് ഇല കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. ഇല നിന്ന് നിപ്പി കൊഴിഞ്ഞു പോവുക, ഇല പുള്ളി ഉണ്ടാവുക, ഇലയ്ക്ക് പുള്ളി ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇതേപോലുള്ള ചെറിയ പാച്ചസ്. അപ്പോൾ ഇലപ്പുള്ളി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിന് സ്യൂഡോമോണാസ് ഫ്ലൂറിസെൻസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ കൾച്ചർ വാങ്ങിക്കുന്നുണ്ട്. ബിവേറിയ പോലെ മറ്റൊരു ജീവിയാണ്, ഇതൊരു ബാക്ടീരിയയാണ്. അതിൻ്റെ കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇങ്ങനെ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ തളിച്ചുകൊണ്ടിരുന്നാൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിവേറിയ ആണെങ്കിലും സ്യൂഡോമോണാസ് ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ വൈകുന്നേരം മാത്രമേ പാടുള്ളൂ. കാരണം ഇതൊരു ജീവിയാണ്. കൊടും വെയിലിൽ ഇത് ചത്തുപോകും. ഏത് നമ്മുടെ മിത്ര അണുക്കൾ ബിവേറിയയും സ്യൂഡോമോണസും ഒക്കെ ചത്തുപോകും. അങ്ങനെ ചാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം യാതൊരു കാരണവശാലും പകൽ സമയത്ത് അടിക്കരുത്, വൈകുന്നേരം മാത്രം അടിക്കുക. വൈകിട്ടാകുമ്പോൾ ഇലകളിലൊക്കെ വ്യാപിച്ച് ഇതിൻ്റെ കോശരസങ്ങളിലേക്കൊക്കെ എത്തും, ഉള്ളിലേക്ക് സിസ്റ്റത്തിലേക്ക് എത്തും. അപ്പോൾ അത് കൂടുതൽ പ്രയോജനപ്രദമാകും. പിന്നെ നമ്മൾ ഉപയോഗിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വല്ലാണ്ട് അധികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡോ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. ബോർഡോ മിശ്രിതത്തെക്കുറിച്ച് നമ്മുടെ ചാനലിലൊരു വീഡിയോ ഉണ്ട്, എല്ലാവരും പോയി കാണുക. അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഇതൊക്കെ ഒരു കൃഷിയായിട്ട് വേണമെങ്കിൽ നമുക്ക് നടത്താം. ഇതിന് കറിവേപ്പിന് നല്ല വിലയുണ്ട്. 6 മീറ്റർ ഉയരമുള്ള ഒരു കറിവേപ്പിൽ നിന്ന് ഒരു വർഷം ഒരു 3 കിലോ മുതൽ 6 കിലോ വരെ ഇല കിട്ടും. ഇലയ്ക്ക് നല്ല വിലയുമുണ്ട്. ഒരു 1.5 മീറ്റർ സ്പേസിങ് അകലം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു 10 സെൻറ്റ് ഉണ്ടെങ്കിലും 100 എണ്ണം കൂടുതൽ നമുക്ക് നടാം. നല്ല വെയിലുണ്ടെങ്കിൽ നട്ടു കൊടുക്കാം. തുടർച്ചയായിട്ട് ആദായം കിട്ടും. ദീർഘകാല വിളയാണ്. കാര്യമായ രോഗങ്ങളും കീടങ്ങളും ഒന്നുമില്ല. ഞാനീ പറഞ്ഞ പോലെ ചെറിയ ചെറിയ നിവാരണ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം. പിന്നെ ശരിയായ കൃത്യമായ വളപ്രയോഗവും കൃത്യമായ ജലസേചനവും അനിവാര്യമാണ്. അതും മുടക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടാക്കി ഇതേപോലെ ദിവസം ഒരു 10 എണ്ണം വീതം തിന്നാൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായും എല്ലാ വീട്ടിലും ഇതേപോലെ ഒരു കറിവേപ്പില, സ്ഥലമില്ലാത്തവർ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ ഉണ്ട്, അത് കാണണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദവും ശാസ്ത്രീയമായിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ മീറ്റ് ദ ലെൻസ് എന്ന ചാനലിലുണ്ട്. എല്ലാവരും കയറി കാണണം. കണ്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.